ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റിപ്സാലിസ് വിഭാഗത്തിൽപ്പെട്ട റെഡ് റിപ്സാലിപ്സ് എന്ന ഈ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് റെഡ് റിപ്സാലിപ്സ് റെമുലോസ. ഈ പ്ലാന്റാണ് റെഡ് റിപ്സാലിപ്സ് റെമുലോസ. ചിലർക്കൊക്കെ ഈ പ്ലാന്റ് സുപരിചിതമായിരിക്കും, എന്നാൽ എല്ലാവർക്കും ഈ പ്ലാന്റിനെ പറ്റി അറിയണമെന്നില്ല. ഇതൊരു റിപ്സാലിസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരാണ് റെഡ് റിപ്സാലിസ് റെമുലോസ. ഇതൊരു റെയർ പ്ലാന്റ് ആണ്. ക്യാറ്റസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സർക്കുലൻ്റ് കൂടിയാണിത്. ഈ ചെടിയുടെ ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇലകളുടെ അറ്റത്തായി വെള്ള മുത്തുമണികൾ രൂപപ്പെടുന്നു. ഈ പ്ലാന്റിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. പിന്നെയുള്ളത് ലീഫുകൾ തന്നെ കളർഫുള്ളായി മാറുന്നു എന്നുള്ളതാണ്. ഈ പ്ലാന്റിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. ഇവയ്ക്ക് വർണ്ണമാറ്റം സംഭവിക്കുന്നത് നല്ല വെയിലുള്ളിടത്ത് ഇടുമ്പോഴാണ്. സൂര്യപ്രകാശം നേരിട്ടടിക്കുമ്പോൾ ഇവയുടെ നിറം നല്ല പിങ്ക് കളർ ആകുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പ്ലാന്റ് തന്നെ രൂപപ്പെടുത്തുന്ന ഒരു രാസവസ്തുവിൻ്റെ കളറാണ് ഈ പിങ്ക് കളർ. ഈ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കളറാണ്. ഈ കളർ ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു പോർഷനിൽ തന്നെ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പ്ലാന്റ് ഒരു സർക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം വാട്ടറിങ് നൽകിയാൽ മതി. ഈ പ്ലാന്റിന് വെള്ളം അധികം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മഴയത്ത് ഈ പ്ലാന്റ് വെക്കാൻ പാടില്ല. ഈ പ്ലാന്റിൻ്റെ പോട്ട് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണലും ചകിരിച്ചോറും കൊക്കോപിറ്റും ചാണകപ്പൊടിയും ചേർത്താണ് ഈ പ്ലാന്റ് ചെയ്യേണ്ടത്. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇവയുടെ ലീഫുകൾ അടർത്തിയെടുത്ത് മണ്ണിൽ കുത്തിവെച്ച് നമുക്ക് പുതിയ തൈകൾ രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഒരു തൈക്ക് തന്നെ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ മറ്റും വീടുകളിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവയുടെ ഒരു ലീഫ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ലീഫാണിത്. ഇപ്പോൾ അതിനകത്ത് ചെറിയ മുള വരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെയുള്ള ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ഇവയുടെ ലീഫുകളിൽ കാണുന്ന വെള്ള മുത്തുമണികൾ. ഈ മുത്തുമണികൾ ഇവയുടെ വിത്തുകളാണ്. ഈ വിത്തുകൾ അടർത്തിയെടുത്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഞെക്കി നോക്കിയാൽ നല്ല തരികളായിട്ട് ഈ ചീരയുടെ അരികൾ പോലുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ അരികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ വിത്തുകൾ നമുക്ക് പാകി പുതിയ തൈകൾ രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ അതിന് നല്ല താമസം എടുക്കും. നല്ല എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞാൽ ലീഫ് പ്രൊപ്പഗേഷൻ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ പുതിയ വീഡിയോ ഇടാനുള്ള എൻ്റെ പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഉടനെ തന്നെ ഈ പ്ലാന്റ് സ്വന്തമാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.